മദ്യപിച്ച വാഹനം ഓടിച്ചതിന് യൂട്യൂബർക്കെതിരെ കേസ്. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന അറിയപ്പെടുന്ന ധന്യക്കെതിരെയാണ് കുമ്പള പോലീസ് കേസെടുത്തത്. പ്രദീപ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, ഈ കേസിന് ആധാരമായ സംഭവം എന്താണ്? ഇന്നലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കാസർഗോഡ് അണങ്കൂരിൽ വെച്ച് വാഹനം കൈകാണിച്ചു. പക്ഷേ അമിത വേഗത്തിൽ നിർത്താതെ പോയ വാഹനത്തെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് പിന്നീട് പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. അപ്പോൾ മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു എന്ന് എഫ്ഐആറിൽ പറയുന്നു. പിന്നീട് പരിശോധന നടത്തിയപ്പോൾ മദ്യപിച്ചതായി വ്യക്തമായി. പിന്നീട് ഇവരുടെ ഭർത്താവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അതിന്റെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായത്. കാസർഗോഡ് ബന്ദിയോട് ഭഗവതി നഗറിൽ വെച്ചാണ് ഈ വാഹനത്തെ പോലീസ് പിന്നീട് പിടികൂടിയത്. ശരി, ഹെലൻ ഓഫ് സ്പാർട്ട എന്ന പേരിൽ ഏറെ പ്രശസ്തയാണ് ധന്യ. ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ് അവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹലോ, ദിസ് ഇസ് ജയ്. അങ്ങനെ യൂട്യൂബർ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന ധന്യക്കെതിരെ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് പോലീസ് കേസെടുത്തു. ഇതിന് നമ്മുടെ ഹെലൻ ചേച്ചിയുടെ മറുപടി നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം, വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അത് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചിട്ടതിന് ഒരു കുപ്പി, ഒരു പെഗ് എന്നല്ല, എന്നെ അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും. കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവും എന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം. കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്. ബിയർ സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം എന്റേത്. പിന്നെ അന്ന് ഞാൻ ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസമായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട്. ഇപ്പോഴാണ് അത് ന്യൂസും കാര്യങ്ങളും വരുന്നുള്ളത്. ആദ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയില്ല. നോർമലി ഒരു കോമൺ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണോ വരുന്നത്, ആ പെറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ കൃത്യമായി കോടതിയിൽ പോയി അടക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും മദ്യം ഇതുവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഞാൻ മദ്യപിക്കാറില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. പിന്നെ കുറച്ചുപേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അടുത്തല്ല, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്യമല്ല പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ, ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട്, എന്റെ നമ്പർ ഒന്നും എഴുതിട്ടോ, ഞാൻ വെക്കാം ഇവിടെ. ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എന്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല ഞാൻ. പിന്നെ അപ്പൊ അത് എനിക്ക് എന്റെ
ബാക്കി നിങ്ങൾ എന്റെ നെഗറ്റീവ് പറയുന്നത് നിങ്ങളോടല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് വന്നതിന് കണക്കില്ല, എനിക്ക് കോൾ വന്നതിന് കണക്കില്ല. അങ്ങനെ ചെയ്യില്ല, ഈ പറയുന്നത് പോലെ നിങ്ങളെ കാറ് പിടിച്ചോണ്ട് പോയി, എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമ്പുണ്ട നിന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഗുഡ് ജോബ്, വെരി 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 ഗുഡ്. നിങ്ങള് പിന്നെ ഈ പറയുന്നത് പോലെ നോർമൽ, ഞാൻ ഡിവൈഎസ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നോർമൽ, ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാം, എന്നെ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്കൻ ഡ്രൈവിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. നിങ്ങളത് കോടതി പോയി അടക്കുക, അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ബിക്കോസ് നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. എനിക്ക് ഹെലനോട് പറയാനുള്ളത്, ഹെലൻ പറയുന്നത് ഈ സംഭവത്തോടുകൂടി ആളൊന്ന് ഫേമസ് ആയെന്നാണ്. അയ്യോ, ഈ സംഭവത്തോടുകൂടിയല്ല, പണ്ടേ ഹെലനോ സ്പാർട്ട എന്ന് പറയുന്ന ID ഫേമസ് ആണ്. നിങ്ങൾക്കിനി ആളെ അത്ര പരിചയമില്ലെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു തരാം. നല്ല ആംഗലേയ ഭാഷയിലൂടെ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ഇട്ട് വൈറലായ ആളാണ് നമ്മുടെ ഈ ഹെലനോ സ്പാർട്ട എന്ന് പറഞ്ഞ വ്യക്തി. ഈ ചേച്ചി അങ്ങനെ പണ്ടേ ഫേമസ് ആണ്. പിന്നെ പറയുന്നത് ഒരു ബിയർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നാണ്. പക്ഷേ FIRൽ ശരീരത്തിൽ മദ്യത്തിന്റെ റേഷ്യോയുടെ അളവ് കൂടുതലെന്നാണ് പോലീസ് പറയുന്നത്. പിന്നെ ഹെലൻ ചേച്ചി പറയുന്നത്, ഞാനൊരു സാധാരണക്കാരിയായിരുന്നെങ്കിൽ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് എന്നെക്കുറിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യുമായിരുന്നോ എന്നാണ്. ശരിയായിരിക്കാം, ഒരു സാധാരണക്കാരി മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്ന് കരുതി യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ ഇതേപോലെയുള്ള വീഡിയോസ് ഉണ്ടാവണമെന്നില്ല മേ ബി. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഈ ഹെലനോ സ്പാർട്ട എന്ന് പറയുന്ന ID വൈറലാവാൻ വേണ്ടി, ഒന്ന് ഫേമസ് ആവാൻ വേണ്ടി എന്തെല്ലാം ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് താങ്കൾക്ക് തന്നെ അറിയാം. അത് പഴയ വീഡിയോസ് കുത്തിയിരുന്നൊന്ന് കണ്ടാൽ അത് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ഫേമസ് ആയപ്പോൾ താങ്കൾ തെറ്റ് ചെയ്തപ്പോൾ മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടി, സ്വാഭാവികം തന്നെയാണ്. പിന്നെ പോലീസ് കൈ കാണിച്ചപ്പോൾ താങ്കളുടെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ വണ്ടി നിർത്തണമായിരുന്നു. വണ്ടി നിർത്താതെ താങ്കൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം താങ്കൾക്ക് തന്നെ അറിയാം തെറ്റ് ചെയ്തതാണ് എന്ന്. അപ്പോൾ തെറ്റ് ചെയ്തതിന് ശേഷം വന്നിരുന്ന വീഡിയോയിൽ ന്യായീകരിച്ചിട്ട് ഒരർത്ഥവും ഇല്ല എന്ന് മനസ്സിലാക്കുക. മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓട്ടിക്കുന്നത് ചെറിയ കുറ്റമല്ല, വലിയ തെറ്റ് തന്നെയാണ്. ഈ ഒരു അനുഭവത്തിലൂടെ ഇനിയെങ്കിലും ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക.